എന്തു പാടിയാലും ജനങ്ങൾക്ക് സത്യം അറിയാമെന്ന് LDF പ്രമോദ് നാരായണൻ അതേസമയം വിഷയത്തിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ ഡീലുകളിൽ ഒതുങ്ങുകയാണ്. മുന്നണികൾ തമ്മിലുള്ള രഹസ്യധാരണകളെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് എങ്ങും ഉയരുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും വികസനവും ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പിൽ ഈ ഡീൽ രാഷ്ട്രീയം മാത്രം മതിയോ? ഈ ഡീൽ വിവാദങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ? തിരുവനന്തപുരത്ത് നിന്നും സനിറ്റ വോട്ടർമാരോട് ചോദിക്കുന്നു. നമുക്കത് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം 11 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും പറഞ്ഞു വെക്കേണ്ട ഈ സാഹചര്യത്തിൽ ഡീൽ വിവാദം മാത്രമാണോ ഉയർന്നു വരുന്നത്? ഇത്തരത്തിൽ ഡീൽ വിവാദം മാത്രം ചർച്ച ചെയ്താൽ മതിയോ? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. അവരാരൊക്കെയാണെങ്കിലും നമ്മളെ നാട്ടിൽ ഈ 3 പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട്. ഈ 3 പാർട്ടിയും കൂടെ നമ്മളെ നാട് നന്നാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇങ്ങനെ അടികൾ കൂടിയല്ല കയറി നമ്മളെയൊക്കെ ഭരണം നടത്താൻ. പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് 2000 രൂപ പെൻഷൻ കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആലോചിക്കണം, ഇവർ കോൺഗ്രസ്സുകാരാണെങ്കിൽ 18 മാസം എന്തോ പെൻഷൻ കൂടെ നിർത്തിവെച്ച് അങ്ങേര് കയറിയതിന് ശേഷമാണ് ഈ പെൻഷൻ കൊടുത്തത് പിണറായി സർക്കാർ. അതുകൊണ്ട് പിണറായി തന്നെ ഇവിടെ വരണം. ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കറക്റ്റ് ആവുന്ന ഒരു കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടുന്നു, എവിടെയെങ്കിലും എടുത്തുകൊണ്ടുവന്ന് ആളെ ഇറക്കിയാൽ പോലും പെറ്റിയടിക്കുകയും വെള്ളമടിക്കുകയും ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിടിച്ചുകൊണ്ട് പോവുക, ഒരു ദിവസം അതിന് മെനക്കേട്, 2 പേരെ കൊണ്ടുപോയാൽ മാത്രം വണ്ടി ഇറക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ തന്നെ രാഷ്ട്രീയം ഇവർ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ജീവിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഡീൽ വിവാദം മാത്രമല്ല, വേറെ വികസനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ സ്കൂളായിരുന്നാലും കോളേജായിരുന്നാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. വിദ്യാഭ്യാസത്തിൻ്റെതായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അല്ലാതെ റോഡിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറച്ച് വികസനം കുറച്ച് കാര്യങ്ങൾ കുറവാണ്. അവിടെ വൃത്തി അതൊക്കെ കുറവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. ഇപ്പോൾ ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എല്ലാ വർഷവും ഇതേ കണക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഇതേ കണക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും, ആൾക്കാരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളും പൊതുജനക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒപ്പം ജനക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും ആരും ചെയ്യാറില്ല. സ്വാർത്ഥ താല്പര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ രാഷ്ട്രീയങ്ങളിൽ കാണാറുള്ളത്. ഒരു വികസനവും നടന്നിട്ടില്ല, മുരടിപ്പ് മാത്രമേ ഉള്ളൂ. പറയണ അത് ചെയ്തു ഇത് ചെയ്യുന്നു പറയുന്നതിൽ എന്തെങ്കിലും വികസനം കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു പാർട്ടിക്കാരിപ്പോൾ കയറി വരുവാണെങ്കിൽ അവരെന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് നമ്മളെ സ്റ്റേറ്റിന് ചെയ്യും, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമാണെങ്കിൽ ഒരു പാർട്ടിക്കാരായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒപ്പീനിയൻ ബേസിസിൽ വോട്ടിടണം. നാട് നശിക്കണമെന്ന് എല്ലാവരും പറയില്ലല്ലോ. ഡീലൊക്കെ ഒരു രാഷ്ട്രീയമല്ലേ, അതൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. നമ്മൾ നാട് നന്നാകത്തേ ഉള്ളൂ. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ, BJPക്ക് കേരളത്തോടുള്ള സമീപനം എന്നീ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അത്തരം സാഹചര്യത്തിൽ ഈ ഡീൽ വിവാദം മാത്രം ചർച്ച ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം. ക്യാമറമാൻ റിബിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.